സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അലീം. ഈ വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കേണ്ട സമയമല്ല. ഒരുപാട് ആളുകൾ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ സഹായികൾ, സ്ഥാപനത്തിനെ സ്നേഹിക്കുന്നവർ നമ്മളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ ഈ മുതഅല്ലിമീങ്ങളെയും നിങ്ങളെയുമൊക്കെ കൂട്ടിയിട്ട് ഒരു ചെറിയ ദുആ ചെയ്ത് പിരിയണം, അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷകരമായ വേദി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ വേദിയിലിരിക്കുന്ന പ്രായമായ ഞങ്ങളുടെ കാരണവന്മാർ, അതേപോലെ തന്നെ ചെറുപ്പക്കാരായിരുന്നാലും ഇപ്പോൾ തൊട്ടു മുമ്പ് എഴുന്നേറ്റ് പോയ കൊതൂർ മുഹമ്മദ് മാസ്റ്റർ അടക്കം പ്രായം മറന്നുകൊണ്ട് ഇതിനു വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ആളുകളാണ്, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളുടെ മക്കൾ കലാമി ബിരുദം മഹാനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ ഒരു കൃഷിക്കാരൻ്റെ മാനസികാവസ്ഥയിലാണ് അവരത് ആസ്വദിച്ചിട്ടുണ്ടാവുക. മഹാനായ ടി കെ പരിക്കുട്ടി ഹാജിയുടെയും അഭിവന്യരായ വാവാട് ഉസ്താദിൻ്റെയും നിർദ്ദേശവും അല്ലെങ്കിൽ താല്പര്യപ്രകാരം അതിന് പിന്നിൽ 10 വർഷക്കാലം ഓടി നടന്നവരാണിവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വായ വെച്ചവൻ അവന് കന്ന് വെച്ചത് മുതൽ വലിയ പ്രതീക്ഷയിലായിരിക്കും. അതിൻ്റെ വളർച്ച ഓരോന്നും നോക്കി അതിന് മുളയെടുക്കുമ്പോൾ ഒന്നുകൂടെ സന്തോഷമാണ്. അതുമുതൽ അവൻ്റെ ശ്രദ്ധ ഒന്നുകൂടെ കഠിനമാക്കി വീണ്ടും അത് വളർന്നു വന്ന് ഓരോ വളർച്ചയിലും അവൻ്റെ സന്തോഷം കൂടുകയും അതിലുപരി അതിനു വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം. അവസാനം മൂത്ത് പഴുത്ത് പാകമായി നിൽക്കുന്ന ആ ഒരു തോട്ടത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ കൃഷിക്കാരൻ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. ആ ഒരു മാനസികാവസ്ഥയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഈ ഉമറാക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രായം മറന്ന് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇതിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഈ സദസ്സിൽ സാന്നിധ്യം കൊണ്ട് ഭംഗിയാക്കിയവരെ ഒന്നുകൂടി അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ ഒരു ശ്രദ്ധ എപ്പോഴും ഞങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവണം. എല്ലാവരും ഒരുപോലെ സാമ്പത്തികമായി ഉന്നതരായിരിക്കണമെന്നില്ല, എന്നാലും പ്രാർത്ഥന കൊണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. വിശിഷ്യ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഷരീഫ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷിച്ചതിലുപരി എന്ന് പറഞ്ഞതിൽ തെറ്റില്ല. വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ ഖത്തർ സന്ദർശനത്തിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അതിന് നേതൃത്വം നൽകി മുൻനിരയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത്, താമസ സൗകര്യങ്ങളും ഭക്ഷണ സൗകര്യങ്ങളും ഒക്കെ ചെയ്ത്, യാത്രയ്ക്കുള്ള സൗകര്യങ്ങളൊരുക്കി, അവരുടെ സമയം പോലും പരിഗണിക്കാതെ നമ്മൾക്ക് വേണ്ടി കൂടെ നടന്ന ബഹുമാനപ്പെട്ട ഷരീഫ് ഖാ അടക്കമുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാസി സുഹൃത്തുക്കൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ സംബന്ധിച്ചിടത്തോളം കൂട്ടും കുടുംബവും വിട്ട് അന്യനാട്ടിൽ കുടുംബം പോറ്റാൻ അവർ അധ്വാനിക്കുമ്പോൾ അതിനിടയിൽ ദീനി പ്രബോധനത്തിന് വേണ്ടി അവർ കണ്ടെത്തുന്ന സമയമാണ് ഇത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളോട്, ഇന്ന് സനദ് വാങ്ങിയ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മളൊക്കെ ഈ നിലകളിൽ എല്ലാം എത്താൻ നമ്മളറിയാത്ത ഒരുപാട് കരങ്ങളും ഒരുപാട് പ്രാർത്ഥനകളും നമ്മളുടെ പിന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ വലിമൻ ഔസാന അല്ലെങ്കിൽ വലിമൻ ആനുന ഏതെങ്കിലും ഒരർത്ഥത്തിൽ തീർച്ചയായിട്ടും ഇവരെയൊക്കെ നിങ്ങൾ മറന്നു പോവാതെ, എല്ലാറ്റിലും ഉപരി നമ്മൾക്ക് ഇവിടെ പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കി നമ്മളാകാൻ അടിത്തറ പാകി തന്ന ഇവിടുത്തെ കമ്മിറ്റി, ഇവരുടെ മുൻഗാമികളായ പിതാക്കന്മാർ, ഇവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നേ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളൂ. അതുപോലെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങളിലേക്കൊരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. നേരത്തെ ബഹൗദ്ദീൻ ഉസ്താദ് സൂചിപ്പിച്ചു, ഈ ഒരു PG സംവിധാനം നമ്മൾ
ദാറുൽ ഹുദായെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും തുടങ്ങിയ അന്ന് മുതൽ ഇപ്പോഴും കടത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ കടം വീട്ടാൻ അതിനുള്ള സംവിധാനങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ ഓടുകയുമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രതിസന്ധി ഉണ്ടാകും. പക്ഷേ നിങ്ങൾ കൂടെ നിന്നാൽ ഞങ്ങളിത് ഈ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ കൂടെ നിൽക്കണം, പ്രാർത്ഥന കൊണ്ടും അതല്ലാത്ത അർത്ഥത്തിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ഒരർത്ഥത്തിലും. അതേപോലെ ഇന്ന് ഈ സനദ് വാങ്ങിയ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത മാർഗം തെറ്റിയിട്ടില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇൽമു പഠിക്കാൻ ആരെങ്കിലും പ്രവേശിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സ്വർഗീയ പാത എളുപ്പമാക്കി കൊടുക്കുമെന്ന് ആരംഭ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ? ദുനിയാവിൽ സ്വാലിഹായ അമലുകൾ ചെയ്യാനുള്ള അവസരമൊരുക്കിയിട്ടും നാളെ ആഖിറത്തിലെത്തുമ്പോൾ പ്രയാസങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, തടസ്സങ്ങളില്ലാതെ അവർക്ക് സ്വർഗീയ പ്രവേശനം എളുപ്പമാക്കിക്കൊണ്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് കലാമി ബിരുദം വാങ്ങിയ ഞങ്ങളുടെ മക്കൾക്ക്, അതല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമ്പോൾ അവരുടെ കൈ പിടിച്ചു പോവാൻ, അതല്ലെങ്കിൽ അവർക്ക് നമ്മളെ കൂടി ചേർത്തിക്കൊണ്ടു പോകാനുള്ള ഒരവകാശം കൂടി അല്ലാഹു കൊടുക്കുമ്പോൾ എവിടെയാ നമ്മൾക്ക് പതറിയത്? എവിടെയാ നമ്മൾക്ക് ബേച്ചത്? ഒരിക്കലും നമ്മൾക്ക് ബേച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കളുടെ ഇൽമിൽ ബറക്കത്ത് ചെയ്യട്ടെ. ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിലും ആലിമീങ്ങളിലും അല്ലാഹു തആല ആക്കി തരട്ടെ. ഈ നല്ല വഴിയിലേക്ക് നയിച്ച പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, 10-12 വർഷം, അതല്ലെങ്കിൽ ചെറിയ കുട്ടിപ്രായത്തിൽ ഉമ്മാടെ കയ്യിൽ എന്താ പറയുക, സ്നേഹവും ലാളനയും ഏറ്റ് വളരേണ്ട വാപ്പ അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന പൊതിയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ട ആ ഒരു പ്രായത്തിൽ അടർത്തിക്കൊണ്ടുവന്നതാ നിങ്ങളുടെ മക്കളെ. ആ അടർത്തിക്കൊണ്ടുവന്ന മക്കളെ 10 വർഷം കഴിഞ്ഞ് നിങ്ങളെ തിരിച്ചേൽപ്പിക്കുമ്പോൾ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങളേൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്തം അത് വളരെ ഗൗരവത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ കമ്മിറ്റിയും അതേപോലെ ഇവിടുത്തെ ഉസ്താദുമാരും അത് ചെയ്തിട്ടുണ്ട്, അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിലുപരി ഞങ്ങളുടെ ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ ഉസ്താദുമാരായ ഞങ്ങളോ അതല്ലെങ്കിൽ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ അവരോ ശ്രമിക്കുമ്പോൾ ആ ഒരു ലക്ഷ്യത്തിലെത്തണമെങ്കിൽ പരിപൂർണമായി അവരുടെ പാഠ്യപദ്ധതികളോട് അതല്ലെങ്കിൽ അവരുടെ സിലബസിനോട് പരിപൂർണമായി യോജിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടം ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിലേ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഇന്ന് ഈ കലാമി ബിരുദമെടുത്ത ഞങ്ങളുടെ മക്കൾ അവർ പരിപൂർണമായും ഈ ഒരു വിഷയത്തിൽ അവർ ഈ പാഠ്യപദ്ധതിയോട് അതല്ലെങ്കിൽ ഈ ഒരു സിലബസിനോട് പരിപൂർണമായി യോജിച്ച് അവരെ കൊണ്ട് കഴിയുന്നത് പോലെ, എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല, അവരെ കൊണ്ട് കഴിയുന്നത് പോലെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്നപ്പോൾ അൽഹംദുലില്ലാഹ് മൂത്ത് പഴുത്ത് പാകമായി നിൽക്കുന്ന ഒരു തോട്ടത്തിലേക്ക് നോക്കുന്ന കൃഷിക്കാരൻ്റെ മാനസികാവസ്ഥ പോലെയാണ് ഇവിടെ ഇരിക്കുന്ന ഈ മറാക്കള് ഇന്ന് ഈ മക്കളെ നോക്കിക്കാണുന്നത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വരും വർഷങ്ങളിലൊക്കെയും അള്ളാഹുവെ തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ ഉമ്മത്തിന്, ഈ സമൂഹത്തിന്, അതേപോലെ ഈ കുടുംബത്തിന് ഉപകാരപ്പെടുന്ന എല്ലാറ്റിലും ഉപരി ദീനീ ദഅവത്തിലൂടെ ആരംഭ റസൂലുള്ളാഹിന്റെ ആ ഒരു പ്രബോധന കൽപ്പന ഉൾക്കൊണ്ടുകൊണ്ട് ദീനീ പ്രബോധന മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു പടി മുതഅല്ലിമീങ്ങളെ, ഒരു പടി ആലിമീങ്ങളെ ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ ഈ കൊടുവള്ളിയുടെ മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്ന KMOയുടെ ക്യാമ്പസിലെ ഇസ്ലാമിക് അക്കാദമിക്ക് അല്ലാഹുവേ നീ തൗഫീഖ് നൽകണമേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ഈ മുതഅല്ലിമീങ്ങളെ അല്ലാഹു തആല ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കട്ടെ. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒരുപോലെ ദീനീ പ്രബോധന മേഖല എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ തലപ്പാവ് ധരിച്ച് പ്രബോധനം നടത്തി വഅള് പറഞ്ഞ് ദർസ് നടത്തി ആ രൂപത്തിൽ തന്നെയാവണമെന്നില്ല. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ പ്രബോധനം, ഏറ്റവും വലിയ ദഅവത്ത് അത് തൻ്റെ ജീവിതം കൊണ്ടാണ്. തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവനെ സ്വാധീനിക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ ദഅവത്ത്. അതൊരു പക്ഷേ വലിയ കമ്പനിയുടെ MD പോസ്റ്റിലിരിക്കുന്ന സമയത്തും അവൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ ജീവിതം കൊണ്ട് അവരന് ദീനീ പ്രബോധനം നടത്താൻ സാധിക്കും. അതൊരു പക്ഷേ ഒരു ഹുദവിക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരുള്ളൂ. ആ ഒരു അവൻ്റെ ചാമ്പറിലിരിക്കുമ്പോൾ അതിനപ്പുറത്ത് തൊട്ടപ്പുറത്തിരിക്കുന്നവന് ചിലപ്പോൾ മറ്റേതെങ്കിലും രാജ്യങ്ങളിലുള്ളവനായിരിക്കും, അതല്ലെങ്കിൽ അമേരിക്കക്കാരനായിരിക്കാം. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതും ഇതും കൂടെ നിങ്ങൾ ചേർത്ത്
ചേർത്ത് വായിച്ചോ. 25 വർഷം കഴിയുമ്പോഴേക്ക് അമേരിക്കയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എണ്ണം അത് കൂടുതൽ, അത് 1-ാം നമ്പറായിട്ട് വരും എന്ന് പറഞ്ഞതും ഇതിലേക്ക് ചേർത്ത് വായിച്ചോ. ഇതുപോലെ ലോകത്തിൻ്റെ നാനാതുറകളിൽ പ്രബോധന മേഖലകളിൽ ജീവിതം കൊണ്ട് അവർക്ക് ദീനി പ്രബോധനം നടത്തുന്ന രൂപത്തിൽ ഈ ഹുദവി മക്കൾ വളർന്നു വരുമ്പോൾ അമേരിക്കക്കാരനാ തൊട്ടപ്പുറത്തെ ചാമ്പറിലിരിക്കുന്നതെങ്കിൽ ഇപ്പുറത്തിരിക്കുന്നത് ഹുദവി ആയിരിക്കും. തലപ്പാവുണ്ടാവില്ല ചിലപ്പോൾ, വൈറ്റ് ആൻഡ് വൈറ്റിലാവില്ല ചിലപ്പോൾ. എന്നിരുന്നാലും അവൻ്റെ സമയത്തിലെ പഞ്ച്വാലിറ്റി അവൻ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ KMOയുടെ അക്കാദമിയിൽ അതല്ലെങ്കിൽ ഈ ക്യാമ്പസിൽ വന്നും ഇത് കഴിഞ്ഞിട്ട് ദാറുൽ ഹുദായിൽ നിന്നും അവൻ പഠിച്ചതുണ്ട്. നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഇതേക്കുറിച്ച് കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി, ഇതേക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ എന്ന ഉത്തമ ബോധമുള്ളവരാണ് ഈ കലാമി ബിരുദമെടുത്ത് നിൽക്കുന്ന ഞങ്ങളുടെ മക്കൾ. ഈ മക്കൾ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അതിൻ്റെ സമയത്തിൽ കൃത്യത പാലിക്കേണ്ടതുണ്ട്. അതിനെ ഉത്തരവാദിത്തം ഉദ്ദേശിച്ചതിലുപരി ഭംഗിയായി പൂർത്തിയാക്കേണ്ടതിൻ്റെ ബാധ്യതയാണ്. ഇതെൻ്റെ കമ്പനിയോട് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് എന്നൊരു കമ്പനിയുടെ MD പോസ്റ്റിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അതിൻ്റെ ചേംബറിൽ അതിൻ്റെ ഒരു ജോലിയിലിരിക്കുന്ന സമയത്ത് ഏത് പോസ്റ്റിലായിരുന്നാലും ആ ഒരു ബോധ്യമുണ്ടാകും. അതാണ് ഞങ്ങളുടെ മക്കൾക്ക്, അതല്ലെങ്കിൽ ഈ മക്കൾക്ക് നമ്മൾ നൽകുന്നത്. അതുപോലെ തിരക്ക് പിടിച്ച ജോലി, ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാനുള്ള താല്പര്യം, അതിനിടയിലും നിസ്കാര സമയമാകുമ്പോൾ എവിടെയെങ്കിലും സമയമുണ്ടാക്കിയിട്ട് നിസ്കരിക്കാൻ കാണിക്കുന്ന ആ ഒരു താല്പര്യം, ഇതൊക്കെ കാണുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള അമേരിക്കക്കാരനോ അതല്ലെങ്കിൽ പോളണ്ടുകാരനോ അവൻ അന്വേഷിക്കുമാരാ ഇവൻ, എവിടെ നിന്നാ ഇവൻ്റെ വരവ്, എന്താ ഇവൻ്റെ ക്വാളിറ്റി, എന്താ ഇവൻ പഠിച്ചത്, ആരാ ഇവനെ പഠിപ്പിച്ചത്, എവിടെ നിന്നാ ഇവന് വിദ്യാഭ്യാസം ലഭിച്ചത്. അന്വേഷണങ്ങളുടെ പിന്നാലെ നടക്കുമ്പോൾ അവസാനം അത് ദാറുൽ ഹുദ ക്യാമ്പസിലെത്തും. അതിനപ്പുറത്ത് അവനൊരു വിശ്വാസിയാണെന്നത് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് അവനെ എത്തിക്കാൻ ഈ ഹുദവി മക്കൾക്ക് സാധിക്കും. അതിലൂടെ പരിശുദ്ധ ദീനിൻ്റെ സുന്ദരമായ പ്രബോധനം എന്നെ പോലെ ഏതെങ്കിലും വാദോരാതെ സംസാരിക്കുന്ന ഒരാൾ നടത്തുന്നതിലുപരി ഈ മക്കൾക്ക് അവരുടെ ജീവിതം കൊണ്ട് നടത്താൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവണം, ജീവിതം കൊണ്ട് നമ്മൾ നടത്തുന്ന പ്രബോധനം അതായിരിക്കും ഒരു പക്ഷേ മറ്റുള്ള എല്ലാറ്റിനേക്കാളും മറ്റുള്ള ആളുകളിൽ സ്വാധീനം ചെലുത്തുന്നത്. അതുകൊണ്ട് ശുദ്ധമായ പരിശുദ്ധമായ ജീവിതം, മറ്റൊരാളോട് വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ ഏറ്റെടുത്ത ഉത്തരവാദിത്തം പൂർത്തിയാക്കേണ്ടത് തൻ്റെ ബാധ്യതയാണെന്ന ഉത്തമബോധത്തോടുകൂടി ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഉമ്മത്തിന് സേവനം ചെയ്യാൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട്, പ്രിയപ്പെട്ട മുതിർന്ന ഒരുപാട് ആളുകളുണ്ട്, നിങ്ങൾ ആരെയും പ്രയാസപ്പെടുത്താതെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞുകൊണ്ട് 2 വാക്കിലൊന്ന് ദുആ ചെയ്തുകൊണ്ട്, എല്ലാറ്റിലും ഉപരി നമ്മളെ ഈ സന്തോഷവേളയിൽ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ബഹുമാനപ്പെട്ട TK പരീക്കുട്ടി ഹാജി, ബഹുമാനപ്പെട്ട അവാർഡ് ഉസ്താദ്, അതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കമ്മിറ്റി ഭാരവാഹികളിൽ പലരും മരിച്ചുപോയവരുണ്ട്. എല്ലാ അർവാഹുകളുടെ ലോകത്ത് അവരൊരു പക്ഷേ സന്തോഷിക്കുന്നുണ്ടാകും. അള്ളാഹു അവരുടെ ഉഖ്റവിയായ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അവർക്കും അവരുടെ മുമ്പേ മരിച്ചുപോയ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാരണക്കാരായ ഇന്നത്തെ ആളുകളുടെ പിതാമഹന്മാർ ഉണ്ട്, അവർക്കും അതുപോലെ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ സഹായികളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതി ചെറിയ ഒരു ദുആ ചെയ്ത് ശേഷം നന്ദിയും പറഞ്ഞിട്ട് നമുക്ക് പിരിയണം. അതുവരെ കൂടി നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കയറിയിരിക്കോ ഈ കസേരയിൽ. നിങ്ങൾ ആരും ലോക്കാവുകയൊന്നുമില്ല. ഒന്ന് ആ കസേരയിലുള്ളവരൊന്ന് മുന്നോട്ടിരുന്നാൽ ബാക്കിലുള്ള നിൽക്കുന്നപോലെ ആ കസേരയിൽ ഒന്ന് ഇരുന്ന് തന്നാൽ ഒരു സന്തോഷമാണ്. ഒന്നിനുമല്ല, ഇതിൻ്റെ മുഴുവൻ ചെലവുകളും നിങ്ങളെപ്പോലെയുള്ള രക്ഷിതാക്കൾ അഥവാ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന രക്ഷിതാക്കൾ, മക്കളുടെ രക്ഷിതാക്കൾ അവരുടെ മഹല്ലത്തുകളുടെ പള്ളിയിൽ നിന്ന് എടുത്തുകൊണ്ടാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ മുമ്പിൽ ഈ സനദ് വാങ്ങിയിരിക്കുന്ന മക്കൾ അവരുടെ വകയിലൂടെയും ഞങ്ങളെ സഹായിച്ചിട്ടൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ
യത്തീംഖാനയുടെ ഫണ്ട് പരമാവധി എന്നല്ല, അതെടുക്കാതെ കാര്യങ്ങൾ നടത്തണം. അതോടുകൂടി ഇതുകൊണ്ടത് പൂർണ്ണമായി എന്നല്ല. അപ്പോൾ ആ നിലക്ക് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒന്ന് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ നിങ്ങളൊരു ആമീൻ കിട്ടണം, അത് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയതും ഞങ്ങളോതിയ പരിശുദ്ധ ഖുർആനും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളും അവരുടെ രക്ഷിതാക്കളും അവരുടെ സ്വന്തം കയ്യിൽ നിന്നും അല്ലാതെയും ഈ സ്ഥാപനത്തിന് നൽകിയത്, പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ, ഖത്തർ പ്രവാസികൾ, മറ്റ് പ്രവാസ ലോകത്തുള്ളവർ ഞങ്ങളെ സ്ഥാപനത്തിന് സഹായമായി നൽകിയത്, പടച്ചോനെ എല്ലാം ഒരു സ്വാലിഹായ മർളിയായ അമലായിട്ട് കബൂൽ ചെയ്യണം തമ്പുരാനെ. അതിൻ്റെ സവാബിനെ ആരംഭ റസൂലുള്ളാഹിൻ്റെ ഷറഫാക്കപ്പെട്ട ഹദ്റത്തിലേക്ക് മറ്റംബിയാ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദുമാർ അവരിലേക്കും ഞങ്ങൾ ഹദിയ ചെയ്യുന്ന കബൂലാക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിൻ്റെ ശഫാഅത്തിലേക്ക്, മഹാന്മാരുടെ മദദിലേക്കും ഇതിലൂടെ ഞങ്ങളെ ചേർത്ത് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ നാജിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി നാജിലിൻ്റെ ഹദ്റത്തിലേക്കും, അതേപോലെ തന്നെ ഞങ്ങളെ ഈ സഹായിച്ചവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരിലേക്കും, പ്രവാസി സുഹൃത്തുക്കൾ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരിലേക്കും, ബഹുമാനപ്പെട്ട പരീക്കുട്ടി ഹാജി, അതേപോലെ തന്നെ വാവാട് ഉസ്താദ്, അതേപോലെ ഞങ്ങളുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മരിച്ചുപോയവരിലേക്കും ഞങ്ങൾ ഹദിയ ചെയ്യുന്ന കബൂലാക്കണം റഹ്മാനെ. ബർസഖിയായ ജീവിതത്തിൽ അവർക്കൊരു ഈനാസാക്കണം തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കും ദുആ കൊണ്ടേൽപ്പിച്ചവർക്കും അള്ളാഹുവെ ദോഷം പൊറുക്കണം റഹ്മാനെ. ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. ആഫിയത്തിനെ മൗത്ത് വരെ തഖ്വയോടുകൂടി കാക്കണം റഹ്മാനെ. അതുവരെ ഉള്ള ഞങ്ങളുടെ ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കി തരണം റഹ്മാനെ. മഈശത്തിൻ്റെ മാർഗങ്ങൾ നാട്ടിലും ഗൾഫ് നാടുകളിലുമുള്ളതിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. നാട്ടിലും മറുനാട്ടിലുമുള്ള ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ, ഏർപ്പാടുകൾ, തൊഴിലുകൾ, കൃഷികൾ എല്ലാറ്റിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രവാസി സുഹൃത്തുക്കളിൽ നീ പ്രത്യേകം ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. അവരെ കാത്തു കഴിയുന്ന കുടുംബങ്ങളെ നിന്റെ പ്രത്യേക കാവലിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെയും ഞങ്ങളുടെ മുതഅല്ലിമീങ്ങളിലും ഞങ്ങളിലും ഇൽമിൽ നഫഉൻ സിയാദത്തും തരണം തമ്പുരാനെ. ദീനിൻ്റെ ഖാദിമീങ്ങളും ആഖിറത്തിൻ്റെ ത്വാലിബീങ്ങളുമാക്കി അവരെയും ഞങ്ങളെയും നീ ഉയർത്തണം തമ്പുരാനെ. ഇൽമിലും മൗഇലത്തിലും തദ്രീസിലും തലാമീദിലും മറ്റു ദീനി ഖിദ്മത്തുകളിലും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലും മറ്റ് സ്ഥാപനങ്ങളിലും ദർസിലും മുതഅല്ലിമീങ്ങളിലും ഒക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയും മുതഅല്ലിമീങ്ങളെയും ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിലും ആലിമീങ്ങളിലും ആക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മക്കും വാപ്പക്കും ഉസ്താദുമാർക്കും പൊറുക്കണം റഹ്മാനെ. അവരിൽ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ഹിമ്മത്തും ഈമാനിൽ സിയാദത്തും നൽകണം റഹ്മാനെ. പടച്ചോനെ, രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഉള്ള രോഗങ്ങൾക്ക് ശിഫ തരണം റഹ്മാനെ. അവസാനം വരെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളാൽ കഴിഞ്ഞു പോകുന്ന റാഹത്തോടെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന ഒരാഫിയത്തിനെ തഖ്വയിലായി നീ നൽകണം റഹ്മാനെ. അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്ന വിജയികളിൽ ഉൾപ്പെടുത്തണം തമ്പുരാനെ. പടച്ചോനെ, ഞങ്ങളെ ഈ മക്കളുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. ഇവരുടെ അള്ളാഹുവെ തുടർന്നുള്ള പഠനങ്ങളൊക്കെ നീ ഉയർച്ചയിലാക്കണം തമ്പുരാനെ. ഉമ്മത്തിന് ഹിമ്മത്തിൽ ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ.
അർഹമുറാഹിമായ റബ്ബേ, അതുപോലെ വരാനിരിക്കുന്ന ഞങ്ങളുടെ കുട്ടികൾ, ഈ സ്ഥാപനത്തിലെ മറ്റു കുട്ടികൾ, അവരിലും അവരുടെ ഇൽമിലും ഒക്കെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഉഖ്റവിയായ ആലിമീങ്ങളിലാക്കി തരണേ അല്ലാ. പടച്ചോനെ, അവരുടെ വീടിലും കുടുംബത്തിലും മാതാപിതാക്കളിൽ പ്രത്യേകിച്ചും നീ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. അള്ളാഹു, ഈ സ്ഥാപനത്തിൻ്റെ ഈ ഒരു സംവിധാനം, ഈ ഒരു 10ാം വാർഷിക പരിപാടി ഇത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ, അതേപോലെ തന്നെ മറ്റു ഉസ്താദുമാർ, എല്ലാറ്റിലും ഉപരി ഇതിനു വേണ്ടി നട്ടോട്ടമോടുന്ന ബഷീർ ഉസ്താദ്, ഇല്യാസ് ഉസ്താദ്, അള്ളാഹു അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഹലാലിൽ നിന്ന് അവർക്കും ഞങ്ങൾക്കും ഒക്കെ ഏറ്റിത്തരണം റഹ്മാനെ. അവരിലൊക്കെ അവരുടെ ഈ ചെയ്ത സേവനങ്ങളെ നാളേക്ക് ഉപകാരപ്പെടുന്ന ഒരമലായി നീ കബൂൽ ചെയ്യണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, ദീനി ഖിദ്മത്തിൽ ഹിമ്മത്തിൽ ജീവിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ലോക മുസ്ലിമീങ്ങളെ നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സമാധാനം തരണം റഹ്മാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വഅദില്ലൽ കഫറത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ اللهم أهلك اليهود والنصارى اللهم خرب ديارهم ونكس أعلامهم وزلزل أقدامهم وأهلكهم يا جبار ودمرهم يا قهار. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح حال إخواننا المسلمين في فلسطين. اللهم طهر المسجد الأقصى من اليهود المحتلين. اللهم اجعل جمعنا هذا جمع مرحوما تفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. അല്ലാഹുവേ, ഞങ്ങളും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരും എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ അല്ലാ. രോഗങ്ങൾ മാറ്റണം അല്ലാ. പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണം തമ്പുരാനെ. വീടിലും കുടുംബത്തിലും കുട്ടികളിലും ഏർപ്പാടുകളിലും ഖൈറും ബറക്കത്തും ചൊരിഞ്ഞേറണം റഹ്മാനെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ടി കെ മുഹമ്മദ് മാഷെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു.